ഈ കഴിഞ്ഞ ദിവസം നടന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ലിവർപൂളും PSG-യുമായി നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലുള്ള ഹ്യൂഗോ എക്കിറ്റിക്ക്, ലിവർപൂളിൻ്റെ പ്ലെയറാണ്, അദ്ദേഹത്തിന് ഉണ്ടായ പരിക്കാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇതൊരു ടെൻഡോക്കുലസ് ഇഞ്ചുറി എന്ന് പറയും. അതായത് കുതിഞ്ഞരമ്പ് അല്ലെങ്കിൽ നമ്മളുടെ ഹീൽ ബോണിന് പുറകിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മാംസപേശിയുടെ വള്ളി, അതായത് അക്കിലിസ് ടെൻഡിൻ, അതിനുണ്ടാകുന്ന പരിക്കാണ് നമ്മൾ കണ്ടത്. ഫീൽഡ് ഗെയിംസിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഞ്ചുറിയാണ് അത്. ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിൽ ചില പ്രത്യേകതരം മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അവരിലൊക്കെ ടെൻഡൻ വീക്കായിരിക്കും. അങ്ങനെയുള്ളവരിൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത്തരമൊരു പരിക്ക് ഒരു ഹൈ എൻഡ് അത്ലീറ്റിന് പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് റിക്കവറി, അതായത് വീണ്ടും ഈ പ്ലെയറിന് ആക്റ്റീവ് ഫുട്ബോൾ കളിക്കാനായിട്ട് തിരിച്ചു വരാനായിട്ട് ഏകദേശം 9 മാസം മുതൽ 12 മാസം വരെ, അതായത് ഏകദേശം ഒരു കൊല്ലത്തോളം സമയം എടുക്കും. സാധാരണയായി ടിപ്പിക്കലി സർജിക്കൽ റിപ്പയർ ആണ് ഇത്തരം ഇഞ്ചുറീസിന് ചെയ്യാറ്. ചില അപൂർവം കേസുകളിൽ ഈ പറയുന്ന ടെൻഡൻ്റെ ഭാഗങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ വരാതെ, അങ്ങനെ സാധിക്കാതെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ പലപ്പോഴും ടെൻഡൻ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാഫ്റ്റ് സബ്സ്റ്റൻസ് വെച്ച് ഓഗ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ FHL ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് ഫ്ലെക്സർ ഹാലിസിസ് ലോങ്ങസ് എന്ന് പറയുന്ന ഇത് ടെൻഡൻ്റെ അടുത്ത് തന്നെ കിടക്കുന്ന വേറെ ടെൻഡൻ ഉപയോഗിച്ച്, മറ്റൊരു ടെൻഡൻ ഉപയോഗിച്ച് ഈ ടെൻഡൻ്റെ റിപ്പയറിനെ ഓഗ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നിരവധി സർജിക്കൽ ഓപ്ഷൻസ് നമുക്കുള്ളത്. ഏതായാലും എത്രയും പെട്ടെന്ന് എക്കിറ്റിക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.